നോക്കൂ, ഇന്നത്തെ ലഞ്ച് ചപ്പാത്തിയാണ്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചപ്പാത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ചപ്പാത്തിയുടെ ആട്ട കുഴക്കുമ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇതിൽ ചേർക്കും. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ നല്ല ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സോഫ്റ്റാണ് കേട്ടോ. അത്ര സോഫ്റ്റ് ആയത് ലെയറായിട്ട് കിട്ടി. നല്ല സ്വാദ്, ഭയങ്കര സ്വാദുണ്ട്. അതുകൊണ്ട് എല്ലാവരും നോക്കാം. ഇതാണ് തോരി സബ്ജി. തോരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പീച്ചിങ്ങ എന്ന് പറയും മലയാളത്തിൽ. തോരിയുടെ സബ്ജിയാണ്. അത് വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്. നല്ല സ്വാദുണ്ട് ഈ തോരി സബ്ജി. തോരിയിൽ ഞാൻ ആടും കൂടി ചേർത്തുണ്ട് കേട്ടോ. ദാൽ നോക്കട്ടെ, ഞാൻ ദാലിൻ്റെ ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ദാലിൽ എപ്പോഴും നെയ്യ് ഉപയോഗിക്കണം. നമ്മൾ ഒഴിക്കണ ഓയിലിനേക്കാളും നല്ലതാണ് നെയ്യ്. നെയ്യ് ഉപയോഗിച്ചാൽ ദാലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നോക്കൂ, ഈ ചട്നി പുതിന മല്ലിയില ചട്നിയാണ്. വളരെ ഈസി ആയിട്ട് ചട്നി ഉണ്ടാക്കാൻ പറ്റും. എന്താ കാരണം വെച്ചെങ്കിൽ ഇത് രണ്ടും കൂടെ അരച്ച് വെക്കുക. പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയും ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കൂടെ അരച്ച് വെക്കുക. അരച്ച് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൽ തൈര് മിക്സ് ചെയ്താൽ ചട്നി നോക്കൂ. ഭയങ്കര സ്വാദ്, നല്ല സ്വാദാണ്. വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത്. പിന്നെ ഉള്ളിയൊക്കെ നോർത്തിൽ എല്ലാവരും ചപ്പാത്തിയുടെ കൂടെ കഴിക്കുക. അതുകൊണ്ടാണ് ഉള്ളി വെച്ചത് കേട്ടോ. അത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ലഞ്ചാണ്.